ഒരാൾക്കും തന്നെ അറിയില്ല നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്കിറങ്ങുന്ന പ്രിയപ്പെട്ട പിതാവിനോട് മകൾ ഗുഡ് ബൈ പറയുന്ന സമയത്ത് ഇനി ഒരിക്കലും എന്റെ വാപ്പ ഈ വീട്ടിലേക്ക് ജീവനോട് തിരിച്ചു വരില്ല എന്ന് സത്യമാ മകൾക്കറിയില്ല. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് യാത്ര പറഞ്ഞ് ഗൾഫിലേക്ക് വിമാനം കയറുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് സത്യമാ ഭാര്യക്കറിയില്ല. കടങ്ങളിൽ തോളിൽ പേറിക്കൊണ്ട് ഗൾഫിലേക്ക് പോകുമ്പോ പ്രിയപ്പെട്ട ഉമ്മാനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറുകയിലേക്ക് ഉമ്മ കൊടുത്തുകൊണ്ട് യാത്രയായ പ്രിയപ്പെട്ട മകന്റെ മൃതദേഹമാണ് ഈ വീടിന്റെ അകത്തേക്ക് ഇനി കൊണ്ടുവരികയെന്ന് സത്യം ഉമ്മാക്കറിയില്ല. ഈ പരിപാടിയിൽ, ഈ തലപ്പാറയിൽ, ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്തിരിക്കുന്ന ഓരോ മനുഷ്യരും ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുമോ എന്നറിയില്ല. ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ ബട്ടൺ അഴിക്കുന്നത് ആരാണെന്നറിയില്ല. ഇട്ടിരിക്കുന്ന കുപ്പായത്തിന്റെ ബട്ടൺ അഴിച്ചുകൊണ്ട് നമ്മുടെ മൃതശരീരം പുറത്തേക്ക് എടുക്കുന്നതെന്ന് ആരാണെന്നറിയില്ല. ഒരുപക്ഷെ മോർച്ചറിയിലെ ഉദ്യോഗസ്ഥൻ, മോർച്ചറിയിലെ പടക്കാരൻ ആക്സിഡന്റ് സംഭവിച്ചു രക്തവുമായി ഒട്ടിച്ചേർന്ന ശരീരത്തിൽ നിന്ന് വസ്ത്രം പറിച്ചെടുക്കുമോ? അതല്ല വീട്ടിൽ ചെന്നുകൊണ്ട് എന്റെ ഭാര്യ അലക്കി തേച്ച് വെച്ച വസ്ത്രം ഞാനെടുത്തിടുമോ? ആർക്കാണറിയുക സഹോദരങ്ങളെ? നാളേക്ക് വേണ്ടിയുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള പ്രതീക്ഷയിലാണ് നാം. നാളെ നാം ജീവിക്കുമോ എന്നറിയില്ല, നാളെ നാം എഴുന്നേൽക്കുമോ എന്നറിയില്ല, നാളെ നമുക്കൊരു ജീവിതമുണ്ടോ എന്നറിയില്ല, ഇനിയൊരു നോമ്പുതറ നമുക്കുണ്ടോ എന്നറിയില്ല, ഇനിയൊരു വെള്ളം കുടി നമുക്കുണ്ടോ എന്നറിയില്ല, ഇനിയൊരു കാരക്ക ഭക്ഷിക്കുവാനുള്ള സമയം നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏത് നേരത്താണ് അല്ലാഹുവിന്റെ മലക്ക് മരണത്തിന്റെ ദൂതുമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്ന് ഒരാൾക്കും തന്നെ ഈ ലോകത്തറിയില്ല സഹോദരങ്ങളെ. വല്ലാത്തൊരു അത്ഭുതമാണ് മരണമെന്ന പ്രതിഭാസം സഹോദരങ്ങളെ, വല്ലാത്തൊരു അത്ഭുതമാണ്. അതിന് കണ്ണിൽ ചോരയില്ല, യുവത്വം അതിനൊരു തടസ്സമല്ല, വാർദ്ധക്യം അതിനൊരു മാനദണ്ഡവുമല്ല. എത്രയെത്ര യുവാക്കൾ ഒരു കാരണവുമില്ലാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മരണത്തിന്റെ വേറെ ചില സ്വഭാവത്തെക്കുറിച്ച് മനുഷ്യരെ തലച്ചോറിന്റെ അകത്ത് തൊട്ടുണർത്തുന്ന രീതിയിൽ പറയുകയാണ്. മനുഷ്യരോട് ചോദിക്കുകയാണല്ല, കം തറകൂ മിൻ ജന്നാത്തിൻ വഅയൂൻ وزروع ومقام كريم ونعمة كانوا فيها فاكهين. എത്രയെത്ര പണക്കാരാണോ, എത്രയെത്ര പ്രമാണിമാരാണോ, എത്രയെത്ര അധികാരികളാണ്, എത്രയെത്ര സിംഹാസനങ്ങളാണ്, എത്രയെത്ര ചെങ്കോലുകളാണ്, എത്രയെത്ര സാമ്രാജ്യങ്ങളാണ്, എത്ര പ്രേമങ്ങളാണ്, എത്ര കഥകളാണ് ഈ ലോകത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. ജീവിതം മുഴുവൻ അധ്വാനിച്ചുകൊണ്ട് വെട്ടിപ്പിടിച്ച് അന്യന്റെ തലയറത്ത് ധർമ്മത്തെ ബലി കഴിച്ചുകൊണ്ട് കുന്നുകൂട്ടിയ സമ്പാദ്യമുള്ള വലിയ സമ്പത്തിന്റെ കൂടാരമുള്ള മനുഷ്യൻ പോലും പോയി കിടക്കുന്നത് 6 അടി മണ്ണിലാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മോട് പറയുകയാണ്, സൂറത്തുൽ ജുമുഅയിലൂടെ പറയുകയാണ്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ഏതൊരു മരണത്തിന്റെ പിടിവായിൽ നിന്ന് കുതറിമാറാനാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഷുഗർ ഒന്ന് കൂടുമ്പോ നെഞ്ചടിപ്പാണ്, പ്രഷർ ഒന്ന് കൂടുമ്പോ നെഞ്ചടിപ്പാണ്, കൊളസ്ട്രോളിന്റെ അളവൊന്ന് കൂടുമ്പോ ടെൻഷനാണ്, ബേജാറാണ്. ഏതൊരു മരണത്തെ ഭയന്നിട്ടാണോ 100,000 ഡോക്ടർമാരുടെ അടുത്ത് 100,000 ഹോസ്പിറ്റലുകളിൽ ചെന്ന് 100,000 ചെക്കപ്പ് നടത്തി 100,000 ഡയറ്റുകൾ സ്വീകരിച്ചുകൊണ്ട് 100,000 വ്യായാമങ്ങൾ ചെയ്ത് ഏതൊരു മരണത്തിന്റെ പിടിവായിൽ നിന്ന് രക്ഷപ്പെടാനാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര തന്നെ മുൻകരുതലുകൾ എടുത്താലും, എത്ര തന്നെ ശ്രദ്ധിച്ചാലും ഫഇന്നഹു മുലാഖീകും, അല്ലാഹ് എഴുതി വെച്ച തീയതിയിൽ ഒരു നിമിഷം പോലും തെറ്റാതെ മരണത്തിന്റെ ദൂതൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. പോകാമെന്ന യാത്രാധ്വനി മുഴക്കിക്കൊണ്ട് ആ പോക്കെവിടേക്കാണ്? സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്ന ലോകരക്ഷിതാവിന്റെ അടുത്തേക്കുള്ള മടക്കമാണത്. ഫയുനബ്ബിഉകും
ഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നാവ് കൊണ്ട്, കൈകൊണ്ട്, കാലുകൾ കൊണ്ട്, ചിന്ത കൊണ്ട് പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ മുഴുവൻ തെളിവ് സഹിതം ആ രക്ഷിതാവ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. അല്ലാഹുവിന്റെ വചനമാണ്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. അത്യാധുനിക സംവിധാനമുള്ള, ആയിരക്കണക്കിന് സെൻസറുകളുള്ള, ആയിരക്കണക്കിന് പാറാവുകാരുള്ള, ആയിരക്കണക്കിന് സുരക്ഷാ സന്നാഹമുള്ള, നൂറുകണക്കിന് വർഷങ്ങളുടെ പ്രയാസങ്ങളും പ്രയത്നങ്ങളും എടുത്തുകൊണ്ട് മനുഷ്യൻ പടുത്തുയർത്തിയ സുരക്ഷിതമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കെട്ടിടത്തിന്റെ അകത്ത് സുരക്ഷിതത്വ ബോധത്തോടുകൂടി നിങ്ങൾ കിടന്നാലും മരണത്തിന്റെ ദൂതൻ ആ സുരക്ഷാ വലയങ്ങളെ മുഴുവൻ ഭേദിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. പോകാമെന്ന് യാത്രാധ്വനി മുഴക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. സഹോദരങ്ങളെ, ആ മരണത്തെക്കുറിച്ച് എപ്പോഴും പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിയണം. ആ മരണത്തിന് വേണ്ടി, ആ മരണം നമ്മിലേക്ക് കടന്നു വരുമ്പോ ആ മരണത്തിന്റെ തോളിലേറിക്കൊണ്ട് സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ നമുക്ക് കഴിയണം. അതാണ് ഒരു അറബി കവി പാടിയത്. അൻതല്ലദീ വലദത്ക ഉമ്മുക യബ്ന ആദമ ബാഖിയാ വന്നാസു ഹൗലുക ضاحികം മസ്റൂറാ فاجهد لنفسك أن تكون إذا بقوا في حال موتك ضاحكا مسرورا. ഉമ്മാന്റെ വയറ്റിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നീ പുറത്തേക്ക് വരുമ്പോ ലേബർ റൂമിന്റെ പുറത്ത് നിന്റെ കൂട്ടുകാരും, നിന്റെ വാപ്പാന്റെ കൂട്ടുകാരും, നിന്റെ അമ്മാവന്മാരും ബന്ധുക്കളും പുറത്തുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് നീ ഭൂമിയിലേക്ക് വരുമ്പോ അവര് നിന്നെ സ്വീകരിച്ചത് ചിരിച്ചുകൊണ്ടാണ്. എന്നാൽ ആ ചിരിച്ച മുഖങ്ങളൊക്കെ കരയുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ സന്തോഷിച്ച മുഖങ്ങളൊക്കെ ദുഃഖത്തിന്റെ ആഴത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം നിന്റെ മരണമാണ്. ചേതനയറ്റ നിന്റെ ശരീരം നിന്റെ വീടിന്റെ അകത്ത് കിടത്തുന്ന ദിവസമാണ്. 4 ദിക്കുകളിലുമുള്ള നിന്റെ കൂട്ടുകാരൻ നിന്നെ കാണാൻ വരുന്ന ദിവസമാണ്. ആ ദിവസത്തിന് വേണ്ടി നീ പ്രയത്നിക്കണം. അന്ന് ചിരിച്ച നിന്റെ ജനനത്തിന്റെ അന്ന് ചിരിച്ച മുഖങ്ങളെല്ലാം കരയുന്ന ദിവസം. ആ ദിവസം പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ, പുഞ്ചിരിച്ചുകൊണ്ട് 6 അടി മണ്ണിനെ സ്വീകരിക്കാൻ, പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ സ്വീകരിക്കാനുള്ള പ്രവൃത്തിയാകണം ഈ ലോകത്ത് നീ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ വാക്കുകൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. നാളേക്ക് വേണ്ടി യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി ഒരുങ്ങുക മുസ്ലിങ്ങളെ. നാളേക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ കാത്തു സൂക്ഷിച്ചു വെക്കുക. മരണത്തെ സ്വീകരിക്കാൻ നാം തയ്യാറായിരിക്കണം.